നമസ്കാരം. രാജ്യത്താകെയുള്ള 4125 അസംബ്ലി മണ്ഡലങ്ങളിലെ ഓരോ യന്ത്രങ്ങൾ വീതമാണ് നിലവിലെണ്ണുന്നത്. ഇനി 5 മടങ്ങ് യന്ത്രങ്ങളിലെ രസീതുകൾ എണ്ണാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെ എണ്ണേണ്ടി വരിക 20,625 യന്ത്രങ്ങളിലെ വോട്ടുകളാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും 5 യന്ത്രങ്ങളിലെ രസീതുകൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുന്നത് 700 യന്ത്രങ്ങളാണ്. ചീഫ് ജസ്റ്റിസ് നിർണായക ഉത്തരവ് നൽകിയത് എല്ലാവരുടെയും വാക്കുകൾ ജനാധിപത്യത്തിൽ കേൾക്കേണ്ടതുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത തീർത്തും ഇല്ലാതാക്കുന്ന ഇടപെടലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജനാധിപത്യത്തിൽ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവ്. പ്രതിപക്ഷ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ വിവിപാറ്റ് യന്ത്രങ്ങളിലെ രസീതുകൾ എണ്ണാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യവും കൃത്യവുമാകാനും പ്രയോജനപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിധി വന്നതോടെ ഈ ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച 21 പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാകുന്നത് ഭാഗിക വിജയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നായിരുന്നു ആവശ്യം. നിലവിൽ ഒരു മണ്ഡലത്തിലെ ഒരു മെഷീനിലെ രസീതുകൾ മാത്രമാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത്. വോട്ടെണ്ണൽ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമായി ഇവ താരതമ്യം ചെയ്ത് കൃത്രിമം നടന്നില്ലെന്ന് ഉറപ്പുവരുത്തും. ഇത്തരത്തിൽ 50% യന്ത്രങ്ങളിലെ രസീതുകൾ എണ്ണാൻ കൂടുതൽ സമയമെടുക്കുമെന്നായിരുന്നു BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അഭിപ്രായപ്പെട്ടത്. ഇപ്പോഴത്തെ ഉത്തരവ് പ്രകാരം ഒരു മണ്ഡലത്തിലെ ഒരു മെഷീൻ എന്നത് 5 ഉയർത്താനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് സമയം കാര്യമായി നഷ്ടപ്പെടില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പരാതി ഉണ്ടെങ്കിൽ വീണ്ടും വോട്ടെണ്ണും. അങ്ങനെ വന്നാൽ മുഴുവൻ വിവിപാറ്റ് യന്ത്രങ്ങളുടെയും രസീതുകളും എണ്ണാവുന്നതാണെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അതേസമയം 50% വോട്ട് എണ്ണണമെങ്കിൽ 5 ദിവസം വരെ വോട്ടെണ്ണൽ നീളാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. എന്നാൽ ഫലമറിയാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ അറിയിച്ചത്. കോൺഗ്രസും TDPയും ആം ആദ്മിയും ഉൾപ്പെടെ 21 പാർട്ടികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ വിവിപാറ്റ് രസീതുകൾ എണ്ണുന്നതിന്റെ 5 മടങ്ങ് മെഷീനുകളുടെ രസീതുകൾ എണ്ണാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു വിവിപാറ്റ് മെഷീനിലെ രസീതുകളാണ് എണ്ണുന്നത്. ഇനി അത് ഒരു മണ്ഡലത്തിൽ 5 വിവിപാറ്റുകൾ വീതം എണ്ണണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. നിലവിൽ രാജ്യത്താകെ 4125 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട്. അതിനാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്രയും വിവിപാറ്റ് യന്ത്രങ്ങളിലെ രസീതുകളാണ് ഇതുവരെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇത് 5 മടങ്ങാക്കി കോടതി കൂട്ടുകയും ചെയ്തു. ഇതിലൂടെ 20,625 വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധിപ്പിച്ച വിവിപാറ്റ് രസീതുകൾ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എണ്ണേണ്ടി വരും. ഇതനുസരിച്ച് 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിനാൽ 700 വിവിപാറ്റ് യന്ത്രങ്ങളുടെ രസീതുകൾ എണ്ണേണ്ടി വരും. നിലവിൽ എണ്ണുന്നതിന്റെ 5 മടങ്ങ് എണ്ണണം. ഇത്തരത്തിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷ ആവശ്യത്തിന് ഭാഗികമായ അംഗീകാരം ലഭിച്ചെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.